ഗായ്സ്, വെൽക്കം ടു ടൈംലെസ് ടെയിൽസ്. ഇന്ന് നമുക്ക് ഒരു വൈറ്റ് സ്നേക്കിൻ്റെ കഥ കേൾക്കാം. ഇതൊരു ചൈനീസ് മിത്തോളജിക്കൽ സ്റ്റോറിയാണ് കേട്ടോ. എന്നാവാ പോയേക്കാം. ഏകദേശം 100,000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയുടെ മഞ്ഞു മലനിരകളിൽ 2 പാമ്പുകളുടെ ആത്മാക്കൾ ജീവിച്ചിരുന്നു. അവരുടെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള തപസ്സിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായി മനുഷ്യരൂപം സ്വീകരിക്കാൻ കഴിഞ്ഞു. മനുഷ്യലോകത്തെ അനുഭവിക്കാൻ ആഗ്രഹിച്ച അവർ 2 അത്ഭുത സുന്ദരികളായ സ്ത്രീകളായി രൂപമെടുത്തു, ബൈ സുഷീനും ഷിയാവ് ചിങ്ങും. അവർ ആദ്യം യാത്ര തിരിച്ചത് ഹങ്ജുവിലേക്കായിരുന്നു. ഭൂപ്രദേശത്തിന് മീതെ മഞ്ഞു തുളുമ്പുന്ന ഇടവഴികളിലൂടെ ബൈ സുഷ്വാൻ തൻ്റെ പ്രണയത്തെ കണ്ടുമുട്ടി. സുഷിയാൻ. ഒരു സാധാരണ നിമിഷം പോലെ അത് തോന്നുമെങ്കിലും വിധി നേരിട്ടെഴുതിയ ഒരു തുടക്കം മാത്രമായിരുന്നു അത്. അവർ കണ്ണുകൾ കൊണ്ട് ആശയവിനിമയം നടത്തി. മഴയുടെ സംഗീതത്തിൽ പ്രണയം വിരിഞ്ഞു. അവർ വിവാഹിതരായി. ജെൻജിയാങ്ങിൽ അവർ ഒരു മരുന്നുകട ആരംഭിച്ചു. സന്തോഷം നിറഞ്ഞ അവരുടെ ജീവിതം പെട്ടെന്നാണ് ഇരുട്ടിലേക്ക് വീണത്. എവറി സീക്രട്ട് ഹാസ് എ ഹണ്ടർ എന്നല്ലേ പറയുന്നേ. ശക്തനായ മന്ത്രവാദിയായ ഫഹായ് അവളുടെ ജന്മരഹസ്യം കണ്ടെത്തി. നിന്റെ ഭാര്യ ഒരു മനുഷ്യനല്ല, അവളൊരു പാമ്പിൻ്റെ ആത്മാവാണെന്ന് അയാൾ സുഷിയാനോട് പറഞ്ഞു. എന്നാൽ സുഷിയാൻ ഫഹായുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. പക്ഷെ ഫഹായി അവനൊരു വിശേഷ പാനീയം അവൾക്ക് കൊടുക്കുവാനായി നിർദ്ദേശിച്ചു. അത് കുടിച്ചതോടെ ബൈ സുഷൈൻ തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. അവളുടെ ആ രൂപം അവൻ്റെ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലുതായിരുന്നു. സുഷിയാൻ ഭീതിയോടെ നിലത്ത് വീണ് മരണമടഞ്ഞു. എന്നാൽ തൻ്റെ പ്രണയത്തെ വിട്ടുപോകാൻ അവൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല. പല വഴികളും അവൾ അതിനായി തിരഞ്ഞു. അവരുടെ പ്രണയം ഒന്നു ചേരുമോ? സുഷിയാൻ ജീവിതത്തിലേക്കും തിരികെ വരുമോ? നിങ്ങൾക്കറിയാൻ ആകാംക്ഷയായോ? So, waiting for next part. If you love the stories like this, subscribe for more timeless tales.